ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പർച്ചേസിങ് വ്ലോഗാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു പർച്ചേസിങ് ആണ്. അപ്പോൾ അതേ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതേ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഓരോന്നായിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ നൈറ്റിയൊക്കെ കണ്ടപ്പോൾ ഉമ്മച്ചി നൈറ്റിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചുരിദാർ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. വെറൈറ്റി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിത് ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചുരിദാർ മെറ്റീരിയൽസിനൊക്കെ 1000 rupees മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. നല്ല ഒത്തിരി കളക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉമ്മച്ചി 1-2 നൈറ്റിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഷോളും കൂടി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഷോളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ 1-2 ഷോളൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഈ ഷോപ്പിലെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മറ്റൊരു ഷോപ്പിൽ കൂടി പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കളക്ഷൻസും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചുരിദാറും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഫർദ കൂടി നോക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി നല്ല സിമ്പിൾ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഉമ്മാക്ക് സിമ്പിൾ മോഡൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സിമ്പിളാണ് കൂടുതൽ നോക്കുന്നത്. അങ്ങനെ ഒത്തിരി കളക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഈ ഒരു ഫർദയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു സിമ്പിൾ ഫർദയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം ഈ ഒരു ഫർദയ്ക്ക് ഇടാൻ പറ്റുന്ന ഷോളും കൂടി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഷോപ്പിലെ ഡ്രസ് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ പോകുന്നത് ഒരു ജ്വല്ലറി ഷോപ്പിലേക്കാണ് കേട്ടോ. കുറച്ച് ജ്വല്ലറി ഐറ്റംസും കൂടെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ജ്വല്ലറി ഷോപ്പിലെത്തി. അപ്പോൾ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് വളയും കാര്യങ്ങളും കൂടിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി സിമ്പിൾ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സൈസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി, കാരണം സൈസൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ ഓരോ മോഡൽ വളകളൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട്. സൈസും കൂടിയൊക്കെ നോക്കുന്നുണ്ട്, കറക്റ്റാണോ അല്ലയോ എന്നൊക്കെ. പിന്നെ ഈ ഒരു വളയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു സൈസ് കുറച്ച് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ജ്വല്ലറി ഐറ്റംസും കൂടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ജുവലറി ഷോപ്പിൽ നിന്നും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ഒരു ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.